മെസ്സിയും സംഘവും കേരളത്തിലേക്ക് ഇല്ലെന്ന് സ്ഥിരീകരിച്ച സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ. അർജന്റീന ടീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനു പിന്നാലെയാണ് സ്പോൺസറുടെ പ്രതികരണം. ടീം നവംബർ 14-ന് അങ്കോളയിലേക്ക് പുറപ്പെടും. മെസ്സി കേരളത്തിലേക്ക് വരില്ലെന്ന് ജനം TV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം കേരളം മത്സരത്തിന് സജ്ജമല്ലെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളെ ഉദ്ധരിച്ച് അർജന്റീനയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിശ്ചിത സമയത്ത് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയില്ലെന്നും റിപ്പോർട്ടുണ്ട്. ശ്യാം ബാബു കോറോത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം, എന്താണ് വിശദാംശങ്ങൾ? ആദ്യഘട്ടത്തിൽ തന്നെ മെസ്സി കേരളത്തിൽ വരുമെന്ന് വലിയ രീതിയിൽ തന്നെ കുത്തിക്കൊഴിച്ച സമയത്ത് തന്നെ നമ്മൾ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഗോഡ് ടൂർ 2025 എന്ന പേരിൽ മെസ്സിയെ ഒതന്റിക്കായി ഭാരതത്തിൽ അല്ലെങ്കിൽ ഭാരത പര്യടനത്തിനായി കൊണ്ടുവരുന്ന പ്രധാന സ്പോൺസർഷിപ്പ് ടീം സുധാത്രു ദത്തയുടെ ടീമുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. മെയിൽ കമ്മ്യൂണിക്കേഷനും ഒപ്പം തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിക്കേഷനും നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പറഞ്ഞിരുന്നത് പ്രധാനമായും ആദ്യഘട്ടത്തിൽ ഡൽഹി, മുംബൈ, കൊൽക്കത്ത ഈ 3 നഗരങ്ങളാണ് ഉറപ്പായിട്ടുള്ളത്. 4ാമത് ഒരു നഗരമായി കൊച്ചിയെ ഉൾപ്പെടുത്തുന്ന കാര്യം അന്ന് ചർച്ചയിലുണ്ട് എന്നും ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് കടക്കുകയാണ് എന്ന രീതിയിലുള്ള സൂചനകൾ തന്നിരുന്നു. എന്നാൽ പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ സുധാത്രു ദത്ത ടീമുമായി, ആ സ്പോൺസർ ടീമുമായി കേരളം ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. അവരുമായി ഒരു ക്രിയാത്മകമായി മുന്നോട്ട് പോകാൻ, തുടർ ചർച്ചകൾ നടത്താനുള്ള ഒരു സാഹചര്യം കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നതുകൊണ്ട് തന്നെ 4ാമത്തെ നഗരം ഒരു പക്ഷേ തെലങ്കാനയോ അല്ലെങ്കിൽ ഗുജറാത്തിലേക്കോ മാറ്റാം എന്ന രീതിയിലാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത്. ഇതിന് പിന്നാലെയാണ് പക്ഷെ കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നവംബറിൽ തന്നെ മെസ്സിയും സംഘവും ഇവിടെ എത്തും, മെസ്സിപ്പട കലൂരിൽ എത്തും എന്ന രീതിയിൽ ഇതിന്റെ പ്രധാനപ്പെട്ട സ്പോൺസറായ ആന്റോ അഗസ്റ്റിന് ഒപ്പം തന്നെ കായിക മന്ത്രി ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ തന്നെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ കൃത്യമായി മനസ്സിലാക്കിയ ജനം TV അന്ന് തൊട്ട് തന്നെ പറയുന്നു മെസ്സി കേരളത്തിലേക്ക് വരില്ല. കാരണം മെസ്സിയുടെ ഭാരത പര്യടനം ഒഫീഷ്യലായി തന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ടീം സുധാത്രു ദത്തയും അതുമായി ബന്ധപ്പെട്ട മറ്റ് ചില കമ്പനികളുമാണ്. അവര് ഡിസംബറിലാണ് ഈ ടൂർ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചത്. ഇത് മെസ്സി തന്നെ തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് വരെ അറിയിക്കുകയും ചെയ്തതാണ് ലോകത്തെ. അതായത് ഞാൻ 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭാരതത്തിലേക്ക് വരികയാണ്, എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട് എന്ന രീതിയിൽ മുംബൈ, കൊൽക്കത്ത, ഡൽഹി ഈ 3 നഗരങ്ങളിൽ ഞാൻ ഉണ്ടാകും എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക അറിയിപ്പും വന്നതാണ്. എന്നാൽ പിന്നെ എന്തിനായിരുന്നു കേരളം ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് പിന്നെയും നമുക്ക് ഉയർന്ന പ്രധാനപ്പെട്ട സംശയം. ആ സമയത്ത് നമ്മൾ കൃത്യമായി തന്നെ ആധികാരികമായ തെളിവുകളോടുകൂടി തന്നെ മെസ്സി കേരളത്തിലേക്ക്, വിശേഷിച്ച് കൊച്ചിയിലേക്ക് എത്തുന്നില്ല എന്ന വാർത്തകൾ നൽകിക്കൊണ്ടേയിരുന്നു. എന്നാൽ അപ്പോഴും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒഫീഷ്യൽസിനെ വിളിച്ചു വരുത്തി ഇതാ മെസ്സിപ്പട വരികയാണ്, സൗഹൃദ മത്സരവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ ഇതാ കലൂർ സ്റ്റേഡിയം ഓടി